അല്ല. ഇന്നത്തേത് ഒരു യാത്രയുടെ കഥയാണ്. യാത്ര പോകുന്നത് കൊണ്ട് തന്നെ നേരത്തെ എഴുന്നേറ്റു. ഞാനല്ല, അമ്മയും ചേച്ചിയും. ഞാൻ എഴുന്നേറ്റപ്പോൾ കുറച്ച് വൈകി. പിന്നെ വേഗം കുളിയെല്ലാം കഴിച്ച് ഞാൻ റെഡിയായി ഇറങ്ങി. ഇത്തവണ ഞങ്ങൾ ഫുഡെല്ലാം കൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവർ നേരത്തെ എഴുന്നേറ്റ് എല്ലാം റെഡിയാക്കി. ഞാൻ ഇറങ്ങിയപ്പോഴേക്കും അവരെല്ലാവരും റെഡിയായി ഇറങ്ങിട്ടോ. ഇനി നമുക്ക് പോയിട്ട് വരാം. യാത്ര പോയി തുടങ്ങുമ്പോൾ ഞങ്ങൾ നല്ല ഭയഭക്തിയിലൊക്കെയാണ് പോവാറ്. ഇത്രയും നേരത്തെ ആയിട്ട് പോലും ചുരത്തിൽ നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു. ഒരുപാട് ടൂറിസ്റ്റ് ബസ്സുകളും അല്ലാത്ത ബസ്സും ലോറിയും എല്ലാം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഇത്രയ്ക്ക് ബ്ലോക്ക് ഉണ്ടായത്. ഒരുപാട് തവണ ഈ നേരത്തൊക്കെ ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെയൊരു ബ്ലോക്ക് കിട്ടുന്നത്. അതും ഒട്ടും മോശമല്ലാത്ത ബ്ലോക്കായിരുന്നു. മുന്നിലും പിന്നിലും ഒക്കെ വണ്ടികളായിരുന്നു. ആ കെ എസ് ആർ ടി സിയുടെ ഒരു പവർ തന്നെ കണ്ടോ, എന്താ വരവൊക്കെ. ആ വണ്ടി തന്നെ തിരിച്ചെടുക്കാൻ എത്ര നേരം എടുത്തെന്നറിയോ. ഈ ബ്ലോക്ക് ഉണ്ടാക്കിയത് മുഖ്യ പങ്ക് വഹിച്ച ഒരാളാണ് നമ്മുടെ പുറകിലുള്ളത്. ഒന്നും നോക്കാതെ മുന്നിൽ പോയി അതേ സ്പീഡിൽ തന്നെ തിരിച്ച് റിവേഴ്സ് അടിച്ച് പോന്നു. അങ്ങനെ ഞങ്ങൾ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് 9-ാം വളവ് എത്തി. നല്ല കോടമഞ്ഞായിരുന്നു. ഒരുപാട് ആളുകൾ ഈ വ്യൂ കാണാനായിട്ട് ആ നേരത്തും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. തണുത്തിട്ട് നിരൂട്ടം ചെട്ടിടാൻ വേണ്ടി പുറകോട്ട് വന്ന് അതിട്ട് അവളപ്പം തന്നെ മുന്നോട്ടും പോയിരുന്നു. നമ്മളിതാ കോഴിക്കോട് ജില്ല കഴിഞ്ഞ് വയനാട് ജില്ലയിലെത്തിട്ടോ. വയനാട്ടിൽ നല്ല കോടമഞ്ഞും തണുപ്പും ഉണ്ടായിരുന്നു. ഇതിപ്പോൾ കോടയും മഞ്ഞും തണുപ്പൊക്കെ ആസ്വദിക്കാൻ ഊട്ടി വരെ പോകേണ്ട ആവശ്യമൊന്നുമില്ലതാ. വയനാട്ടിൽ തന്നെ നല്ല കോടമഞ്ഞും തണുപ്പും എല്ലാം ഉണ്ട്. മുന്നോട്ടൊന്നും കാണുന്നു പോലും ഇല്ലായിരുന്നു കേട്ടോ. അത്രയ്ക്ക് നല്ല കോടമഞ്ഞായിരുന്നു. ഇത്രയും കോടമഞ്ഞും തണുപ്പും ഒക്കെ വയനാട്ടിലുണ്ടെന്ന് എന്തുകൊണ്ടോ ഞാൻ അറിയാതെ പോയി. അല്ലെങ്കിൽ എന്നോ ചെറിയ വയനാട്ടിലെത്തേണ്ടതാണ്. സാധാരണ അങ്ങനെയാണ്. ഒരു തണുപ്പ് സീസൺ ആയാൽ തന്നെ ഞാൻ എങ്ങനെയെങ്കിലും ചുരം കയറും. അങ്ങനെ കുറച്ച് നേരമായിട്ട് കാണാതിരുന്ന സൂര്യൻ ഇങ്ങ് എത്തിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങളുടെ പുറകിൽ തന്നെ ചേച്ചനും ഉണ്ടായിരുന്നു കേട്ടോ. ഇത്ര ദൂരം എത്തിയിട്ടും ചേച്ചനെ കാണാത്തതുകൊണ്ട് ഞങ്ങൾ വണ്ടി ഒന്ന് സൈഡാക്കി കുറച്ച് നേരം അവിടെ നിന്നു. അപ്പം ദിലീപ് മാമനും എത്തി. അങ്ങനെ ദിലീപ് മാമനും ചേച്ചനും ഞങ്ങൾ എല്ലാവരും കൂടെ വണ്ടി എടുത്ത് വിട്ടു. അങ്ങനെ വീണ്ടും നിലോട്ടം നമ്മുടെ അടുത്ത് എന്തോ ആലോചിച്ചൊക്കെ ഇരിക്കുകയാണ്. ഇനി ഊട്ടിയിലെത്തുമ്പോൾ എങ്ങനെ എന്താ. പുരേന്ന് ഇറങ്ങിയ പിന്നെ കിടന്നുറങ്ങാൻ പറഞ്ഞിട്ടോളം ഉറങ്ങിയിട്ടില്ല. ചേച്ചൻ ഞങ്ങളെ പുറകെ തന്നെ അടിച്ചുവിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇത്രയും നേരം ചേച്ചനെ കാണാനില്ലായിരുന്നു. ഇപ്പോഴാണ് ചേച്ചൻ ഞങ്ങൾ രാവിലെ തന്നെയുള്ള കോടമഞ്ഞും ആ തേയിലത്തോട്ടവും സൂര്യന്റെ വരവും ഒക്കെ ഒരു വല്ലാത്ത വ്യൂ തന്നെയായിരുന്നു കേട്ടോ. കുറേ നേരം ഇരുന്നിട്ട് എല്ലാവർക്കും ബോറടിച്ചു തുടങ്ങി. അതുകൊണ്ട് ഞങ്ങളൊന്ന് പുറത്തിറങ്ങി ഒന്ന് പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ വേണ്ടി. പുറത്തെ കാഴ്ചകളൊക്കെ കണ്ട് ആസ്വദിച്ച ശേഷം ഞങ്ങൾ വീണ്ടും യാത്ര തുടങ്ങി. മോനെ പാലുകുടിക്ക് കണ്ടതാണ്. അതേ പിന്നെ പുഴ കാണാൻ. അങ്ങനെ ചേച്ചനെ ഞങ്ങൾ മുന്നിൽ കയറി. ഞാൻ ചേച്ചനും മാമനും മുന്നിൽ പോയി. ഞങ്ങൾ അവർ പുറകിൽ പോകുന്നു. രാവിലത്തെ ഉച്ചത്തെ ഭക്ഷണം എടുത്തിട്ടാണ് ഞങ്ങൾ വന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പം രാവിലത്തെ ഭക്ഷണം കഴിക്കേണ്ട സമയം ഏകദേശമായി. അപ്പം ഞങ്ങൾ അതിനുള്ള സ്ഥലം നോക്കിയിട്ടുള്ള പോക്കായിരുന്നു. പിന്നെ നല്ലൊരു സ്ഥലം കണ്ടപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങി കേട്ടോ. എല്ലാ വെറൈറ്റീസും ഉണ്ടായിരുന്നു. അപ്പോൾ നിലൂട്ടൻ ഉറങ്ങായതുകൊണ്ട് തന്നെ നിലൂട്ടനെ വിളിച്ചുണർത്തി ഭക്ഷണമൊക്കെ കൊടുത്തു. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഫുഡെല്ലാം കൊണ്ട് ഞങ്ങൾ യാത്ര പോകുന്നത് കേട്ടോ. ഇതൊരു വെറൈറ്റി. എല്ലാവരും ചായ കുടിയൊക്കെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞു കേട്ടോ. വേഗം തന്നെ പോകാനുള്ള തിരക്കുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ എത്തുമ്പോഴേക്ക് ഉച്ചയാകും. മോനാണെങ്കിൽ എല്ലാവരും ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ട് ദേഷ്യം പിടിക്കാൻ തുടങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ അവൻ കരയാൻ തുടങ്ങി. അടുത്ത സ്ഥലത്തെത്തിയപ്പോൾ ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി വണ്ടി ഒന്ന് സൈഡാക്കി അവിടെ നിർത്തി കുറേ ഫോട്ടോസൊക്കെ എടുത്തു. നല്ല തിരക്കായിരുന്നു കേട്ടോ. ഒരുപാട് വണ്ടികൾ ടൂറിസ്റ്റ് ബസ്സൊക്കെ പാസ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. ഫോട്ടോസൊക്കെ എടുത്ത് വേഗം തന്നെ അവിടെ തിരിച്ചു കേട്ടോ. അപ്പോൾ മോൻ്റെ ഫോട്ടോ എടുത്തോണ്ട് നോക്കുമ്പോൾ ഭയങ്കര കരത്തിൽ ഇങ്ങനെ നോക്കുക. എനിക്ക് അങ്ങനെ അവിടുന്ന് ഞങ്ങൾ എല്ലാവരും വണ്ടി കയറി അടുത്ത സ്പോട്ടിലേക്ക് പോയി. അപ്പോൾ പോകുമ്പോഴാണ് മുന്നിലൊരു ബസ് ഇങ്ങനെ കണ്ണിലടക്കിയത്. വണ്ടി പ്രാന്തന്മാർക്കൊക്കെ മനസ്സിലാകും ഏതാണ് ബസ്സെന്ന്. ലണ്ടന്റെ കർണയ്ക്കായിരുന്നു മുന്നേ പോകുന്നത്. അടുത്ത ഏതോ വാട്ടർ ഫോൾസ് കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് ഞങ്ങളെല്ലാവരും വണ്ടി നിർത്തി ഇറങ്ങിട്ടോ. അപ്പോൾ ചേച്ചി കാട്ടിൽ കണ്ട കുറേ പൂവൊക്കെ പറിച്ച് ഞങ്ങളിങ്ങനെ നടന്നു. എത്ര നടന്നിട്ടും അതിലേക്ക് എത്തുന്നില്ലായിരുന്നു. അങ്ങനെ അവിടെ എത്തിയിട്ട് പ്രത്യേകിച്ച് ഒന്നും കാണാനില്ലാത്തത് കൊണ്ട് പോക്കും വരവും ഒക്കെ വേഗം തന്നെ കഴിഞ്ഞു.
കുറച്ചെങ്കിലും വെള്ളം അവിടെ ഉള്ളത് തന്നെ ഭാഗ്യം. ഇത് കണ്ടിട്ട് അച്ഛൻ പറയും ഇതിലും കൂടുതൽ വെള്ളം നമ്മുടെ നാട്ടിൽ വെള്ളച്ചാട്ടത്തിലുണ്ടെന്ന്. ഫോട്ടോഗ്രാഫർമാരെ തട്ടിയിട്ട് നടക്കാൻ മേലായിരുന്നു, അത്രയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു എങ്ങോട്ടാണോ പോയി തിരക്കിട്ടുള്ള പൂക്ക്, ആർക്കറിയാം. ബസ്സിലൊക്കെ സീറ്റ് പിടിക്കാൻ ഓടുന്ന പോലെ അവളെ പൂക്ക് കണ്ടാൽ. അങ്ങനെ അവിടെ നിന്നും ടാറ്റാ ബൈ ബൈ പറഞ്ഞ് ഞങ്ങൾ പെട്ടെന്ന് തന്നെ വണ്ടി കയറി അവിടെ നിന്ന് നടുവിട്ടു. അടുത്ത ഞങ്ങളുടെ സ്പോട്ട് എന്ന് പറയുന്നത് ഗാർഡൻ ആണ് കേട്ടോ. വൃന്ദാവൻ ഗാർഡൻ അല്ല, വേറെ ഒന്നുണ്ട്, കാണിച്ചു തരാം. ഇപ്പൊ പുതുതായിട്ട് വന്നാന്ന് പറയപ്പെടുന്നത് എനിക്ക് അറിയത്തില്ല, എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. പോകുന്ന വഴിക്ക് വലിയൊരു ബിൽഡിംഗ് കണ്ടു. അപ്പം ഞാൻ ചോദിച്ചു, അവർ പറയുക അത് വല്ല ഹോസ്റ്റലോ വീടോ അങ്ങനെ മറ്റോ ആണെന്ന് പറഞ്ഞു. അപ്പം നോക്കുമ്പം അവിടുത്തെ മെഡിക്കൽ കോളേജിന്റെ എങ്ങാനും ഹോസ്റ്റലോ എന്തോ ആയിരുന്നു കേട്ടോ. ആ രണ്ട് സൈഡിലും നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അടുത്ത് നിങ്ങൾക്ക് ഞാനൊരു കാഴ്ച കാണിച്ചു തരാം. ഇത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ നോക്കൂ കേട്ടോ. ഈ കാണുന്നത് മൊത്തം ശവപ്പറപ്പാണ്. കണ്ടോ, അവിടെ ഓരോരുത്തരെ കുരിശാണ് കേട്ടോ കാണുന്നത് മൊത്തം. ഫസ്റ്റ് ഞാൻ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി, എത്ര എത്ര ആൾക്കാരുടെ ശവങ്ങളാണല്ലേ അതിനിടയിൽ കിടക്കുന്നത്. എന്തോ പെട്ടെന്ന് കാണുമ്പോൾ നമുക്ക് ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊക്കെ ഒരു അനുഭവം വരുന്നത്. ആ കാഴ്ചയെല്ലാം കണ്ട് നമ്മളിതാ പറഞ്ഞ സ്ഥലത്തേക്ക് എത്തിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ഗാർഡൻ. ഇവിടെ എൻട്രി ടിക്കറ്റ് വരുന്നത് ഒരാൾക്ക് 100 രൂപയാണ് കേട്ടോ. പിന്നെ കാർ വെക്കാൻ 80 രൂപയും. എന്തായാലും പൈസ നമുക്ക് ലാഭമാട്ടോ. കയറി കണ്ടാൽ അറിയാം ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന്. അത്രയ്ക്കും അടിപൊളിയായിരുന്നു. നല്ല വെറൈറ്റി ആയിട്ടുള്ള ചെടികളൊക്കെ ഒരുപാട് നല്ല വൃത്തിയായി വെട്ടി അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് മുഴുവൻ നടന്ന് കാണാൻ തന്നെ ഒരുപാട് നേരം എടുത്തു, അത്രത്തോളം ഉണ്ടായിരുന്നു. അങ്ങനെ പോകുന്ന ഓരോ സ്പോട്ട് വെച്ച് ഞങ്ങൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അതിന് തന്നെ കുറേ നേരം വേണമല്ലോ. ഇതിനൊക്കെ തന്നെയാണല്ലോ നമ്മൾ വരുന്നത്. എല്ലായിടത്തും പോകുന്ന അനുഭവങ്ങൾ നമുക്ക് വീണ്ടും കാണണമെങ്കിൽ ഇങ്ങനെ ഒരു വഴിയല്ലേ ഉള്ളത്. എത്രയോ ഏക്കർ കണക്കിന് സ്ഥലത്ത് ആ ഗാർഡൻ തന്നെ ഉണ്ട് കേട്ടോ. അവിടെ ഓരോ പുൽച്ചെടിയും വെട്ടി മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അതിനെ അവരെ സമ്മതിക്കുക തന്നെ വേണം കേട്ടോ. ഈ ഗാർഡൻ മൊത്തം കണ്ടു തീരുമ്പോഴേക്കും നമ്മുടെ കാലൊരു പരിവാവും കേട്ടോ. അത്രത്തോളം സ്ഥലത്ത് ഈ ഗാർഡൻ കിടപ്പുണ്ട്. ഇതിന്റെ ഇടയിൽ ഒരു തൂക്കുപാലമൊക്കെ ഉണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. അടുത്ത് ഞങ്ങൾ തൂക്കുപാലത്തിൽ കയറാൻ വേണ്ടി നടക്കാൻ തുടങ്ങി കേട്ടോ. എത്ര നടന്നിട്ടും തൂക്കുപാലത്തിന്റെ അടുത്ത് എത്തുന്നില്ല. അത്രയും ദൂരത്തായിരുന്നു ആ തൂക്കുപാലം ഉണ്ടായിരുന്നത്. ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞ തൂക്കുപാലം. ഈ സൈഡിൽ കൂടെ നമ്മൾ നടന്ന് അങ്ങെത്തണം. അപ്പോൾ മീനിന്റെ കുളമല്ല ഉള്ളത്. ഇതെല്ലാം കണ്ട് ഞങ്ങൾ നടന്നതിന്റെ മേലെ കയറിയിട്ട് താഴെയുള്ള വ്യൂ ആണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. ഞങ്ങളെല്ലാം കയറുന്നതിന് മുന്നേ അമ്മ ഈ തൂക്കുപാലത്തിന്റെ മേലെ കയറിട്ടോ. തൂക്കുപാലത്തിന്റെ മേലെ കയറി നടുക്കെത്തി താഴേക്കൊന്ന് വെറുതെ നോക്കിയപ്പോഴേക്കും ആളെ കയ്യിൽ പോയി. അയ്യോ, എനിക്ക് തല ഇറങ്ങുന്നെന്നും പറഞ്ഞ് ആരും ഒന്ന് പിടിക്കാൻ പറഞ്ഞത് ആ സൈഡിൽ വന്നിരിക്കുന്ന ഇരിപ്പാണ് ഈ കാണുന്നത്. അങ്ങനെ ഞങ്ങൾ തൂക്കുപാലത്തിൽ നിന്നൊക്കെ കയറി താഴേക്ക് ഇറങ്ങി വരുന്ന വരവാണ് കേട്ടോ ഈ കാണുന്നത്. മോൻ ഭയങ്കര കരച്ചിലായിരുന്നു. അവനെന്തോ ചൂടെടുത്തിട്ട് എന്തോ ഭയങ്കര കരച്ചിലായിരുന്നു. ഞങ്ങൾ അധികം അവിടെ നിന്നില്ല, പെട്ടെന്ന് തന്നെ തിരിച്ചു പോന്നു. എന്തായാലും ഈ വഴി വരുന്നവർ മിസ്സാക്കാതിരിക്കേണ്ട ഒരു പ്രത്യേക സ്ഥലമാണ് കേട്ടോ ഈ ഗാർഡൻ. എന്തായാലും ഇവിടെ വന്ന് ഈ വ്യൂ ഒക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കുക തന്നെ വേണം. അത്രയ്ക്കധികം ചെടികളും ഇവിടെ ഉണ്ട് കേട്ടോ. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. ഇതെല്ലാം മൊത്തം ചുറ്റി കണ്ടപ്പോൾ തന്നെ എല്ലാവരും സൈഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഓരോരുത്തരെയും എണ്ണിപ്പെറുക്കി നടക്കാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ ലക്ഷ്യം വെച്ചത് വണ്ടീൻ്റെ അടുത്തേക്കായിരുന്നു. അങ്ങനെ എല്ലാവരും ഇറങ്ങി നടക്കാൻ തുടങ്ങി. നിരൂട്ടനും ക്ഷീണിച്ചു അങ്ങ് എത്തിയിരുന്നു. പിന്നെ ഞങ്ങൾ തന്നെ ക്ഷീണിച്ചു. പിന്നെ നിരൂട്ടൻ്റെ കാര്യം പ്രത്യേകം പറയണ്ടല്ലോ. അങ്ങനെ തിരിച്ചു പോകാൻ വേണ്ടി വണ്ടിയുടെ അടുത്തേക്ക് ലക്ഷ്യം വെച്ച് ഇറങ്ങി ഞങ്ങൾ എത്തിയത് വേറെ എങ്ങോട്ടുമല്ല, അവിടുത്തെ ഏറ്റവും വലിയ ശേഖരമായ ചെടികളുടെ ഉള്ളിലേക്കായിരുന്നു. ഇത് മുന്തിരിവള്ളികളാണ് കേട്ടോ ഈ കാണുന്നതെല്ലാം. പല തരത്തിലുള്ള ചെടികളായിരുന്നു കേട്ടോ. പേരറിയുന്നതും അറിയാത്തതും ഈ ജനിച്ചിട്ട് ഇതുവരെ കാണാത്ത പല നിറത്തിലുള്ള ചെടികൾ വരെ ഇതിനുള്ളിലുണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കണ്ട അമ്മ മണിച്ചിത്രത്താഴിലെ നാഗവല്ലിന്റെ അവസ്ഥയായിരുന്നു. അമ്മ ഒന്നാമതേ ചെടിയുടെ ആളാണ്. അപ്പൊ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും വലിയത് കണ്ടാൽ ആരെ കണ്ണായാലും മഞ്ഞളിച്ചു പോകും. നമ്മളൊക്കെ തുണിയെടുക്കാൻ വേണ്ടി ഈ ഷോപ്പിലേക്ക് ഇത് പോകുന്ന പോലെയായിരുന്നു ഇവിടെ ഓരോരുത്തരും ചെടിയുടെ ഉള്ളിൽ കൂടെ ഓടി നടക്കുന്നത്. ഒന്നും എടുത്ത് നമുക്ക് ഓടാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇതെല്ലാം കണ്ടത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇന്നേ വരെ ഇത്രയ്ക്കുള്ളൊരു ചെടികളുടെ ശേഖരം കണ്ടിട്ടില്ല എന്ന് തന്നെ പറയാം. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടമായത് ആ റോസും റെഡും ആയിരുന്നു കേട്ടോ. അതിൻ്റെ ഒരു എടുപ്പ്, അതിൻ്റെ അടുത്ത് പോയിട്ട് ഫോട്ടോ എടുത്താൽ എന്ത് ഭംഗിയാണെന്നറിയോ കാണാൻ തന്നെ. പൂക്കളുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ സമയം 3 മണി ആവാറായി. ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പം ഞങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള അടുത്ത സ്ഥലം തപ്പി. പറ്റിയൊരു സ്ഥലത്തിപ്പം ദിലീപാവൻ വണ്ടി സൈഡാക്കി കേട്ടോ. അങ്ങനെ എല്ലാവരും ഇറങ്ങി ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കാൻ തുടങ്ങി കേട്ടോ. ഉച്ചക്കത്തെ ഭക്ഷണം ചിക്കൻ്റെ കളിയായിരുന്നു. അവിടുത്തെ അമ്മമ്മ നെയ്ച്ചോറും ചിക്കനും എല്ലാം ഉണ്ടാക്കി. വിശന്നിട്ടാണോ എന്നറിയില്ല, ഭക്ഷണത്തിനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. സമയം എത്രയായല്ലോ. അങ്ങനെ എല്ലാവർക്കും കിട്ടിയ പൊതിയുമായിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി. അങ്ങനെ എല്ലാവരും ഇരുന്ന ശേഷം ഞാനും ഏട്ടനും പോയി കഴിക്കാൻ തുടങ്ങി.
നീലൂട്ടന് ചേച്ചി വണ്ടിയിൽ നിന്ന് ഭക്ഷണം കൊടുത്തു. നീലൂട്ടൻ എല്ലാം കൂടെ സൈഡായിരുന്നു. ഈ പൊതിച്ചോറ് കണ്ടപ്പം സ്കൂളിലൊക്കെ ഭക്ഷണം കൊണ്ടുപോകുന്നൊക്കെ ഓർമ്മ വന്നത്. ഒരുപാട് കാലത്തിന് ശേഷമാണ് ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്നത് തന്നെ. എല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് ചോറ്, പയറുപ്പേരി, അച്ചാറ്, ചമ്മന്തി, പിന്നെ അമ്മയുടെ മോരുകറിയും 3 തരത്തിലുള്ള ചിക്കൻ്റെ വെറൈറ്റീസും ഉണ്ടായിരുന്നു കേട്ടോ. ഇതെല്ലാം കൂടെ കൂട്ടി കഴിച്ചിട്ട് അങ്ങ് തീരുന്നില്ല. ലാസ്റ്റുള്ള ചിക്കനൊക്കെ പെറുക്കി കഴിച്ച് അങ്ങനെ ഫുഡ് അങ്ങ് നിർത്തി. അങ്ങനെ ഉച്ചത്തെ ഭക്ഷണം അങ്ങോട്ട് കേമായിരിക്കണു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി എടുത്ത് അടുത്ത ലൊക്കേഷൻ പിടിക്കാൻ തുടങ്ങി. അങ്ങനെ പോകും വഴി ദിലീപ് മാമൻ പറഞ്ഞു ഇവിടെ ഒരു കമ്പിളിയുടെ ഒക്കെ ഷോപ്പുണ്ട്, സ്വെറ്ററൊക്കെ കിട്ടുന്ന ഷോപ്പുണ്ട്, അവിടെ കയറാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൂടെ അവിടെ കയറി. അവിടുന്ന് അത്യാവശ്യം എല്ലാവരും സാധനം എടുത്ത് ഞങ്ങൾ ഇറങ്ങി. കുറച്ചു നേരം അങ്ങനെ അവിടെയും പോയിട്ടോ. ഒരു ചെറിയൊരു ഷോപ്പാണ്, പക്ഷേ എത്രയോ റേറ്റ് കുറച്ചാട്ടോ കിട്ടിയത്. ദിലീപ് മാമന് വരെ എല്ലാവരും അറിയുന്നതാണ്. മാമൻ ഈ വഴിക്കൊക്കെ പോകുന്നത്. അവരെല്ലാവരും ഇത് വാങ്ങുന്ന നേരം കൊണ്ട് ഞാനും നീലൂട്ടനും അവിടെ ഓരോന്ന് പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് ആർക്കും പ്രത്യേകിച്ചൊന്നും വാങ്ങാനില്ലല്ലോ. നീലൂട്ടന് പിന്നെ ഏത് കടേൻ്റെ മുന്നിലെത്തിക്കഴിഞ്ഞാലും എന്തെങ്കിലും മുട്ടായി വാങ്ങാൻ കിട്ടണം. അങ്ങനെ അതും വാങ്ങിച്ച് ഞങ്ങൾ രണ്ടാളും കൂടെ പോയി കാറിലിരുന്നു. കാറിലെത്തിയപ്പോഴേക്കും അവർക്കത് പൊട്ടിച്ച് കിട്ടണം. കുറേ ഞാൻ പറഞ്ഞു നോക്കി ചേച്ചി വന്നിട്ട് പൊട്ടിക്കാമെന്ന്. പിന്നെ കയ്യിൽ കിട്ടാതെ ഒരു സ്വര്യം തരില്ല എന്ന് കണ്ടപ്പോൾ ഞാനതങ്ങ് പൊട്ടിച്ചു കൊടുത്തു. പിന്നെ കുറച്ച് നേരം സൈലൻ്റ് ആയിരുന്ന ആള് അതിരുന്ന് കഴിക്കുന്ന തിരക്കിലായിരുന്നു. അവളത് മൊത്തം ഡ്രസ്സിലാക്കി കഴിഞ്ഞാൽ ചേച്ചിയുടെ വായിൽ നിന്ന് എനിക്ക് കേൾക്കും. അതുകൊണ്ട് ഞാനൊരു തോർത്ത് വെച്ചിട്ട് അവിടെ ഇരുന്ന് പിന്നെ തോർത്തെന്നാണ് വാരി തിന്നുന്നത് കണ്ടത്. എല്ലാവരും സ്വെറ്ററൊക്കെ വാങ്ങി വന്ന് അടുത്ത് ഞങ്ങൾ ചോക്ലേറ്റ് ഫാക്ടറിയിലേക്കാണ് പോയത്. അങ്ങനെ അവിടെ കയറി ഒരു വിശാലമായ ഷോറൂം തന്നെയായിരുന്നു അത്. ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റി കണ്ടു. ഓരോരുത്തരും വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. ചേച്ചി അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഒളിഞ്ഞൊക്കെ നോക്കുന്നുണ്ട്, ഇനി വേറെ വെറൈറ്റി വല്ലതും ഉണ്ടോയെന്നാണോ ആവോ. അവരതെല്ലാം വാങ്ങിച്ച് നിൽക്കുന്ന നേരം കൊണ്ട് ഞാൻ വീഡിയോസ് എടുത്ത് ഞാൻ പുറത്തേക്ക് ചാടി. അടുത്ത് ഞങ്ങൾ പോകുന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ്. അവിടെ ഏകദേശം എൻട്രീൻ്റെ സമയം തീരാറായപ്പോഴാണ് ഞങ്ങൾ പോയി വണ്ടി ഞങ്ങൾ സൈഡാക്കി ഇറങ്ങി. അപ്പോഴേക്കും ഉണ്ട് കുരങ്ങന്മാരൊക്കെ ചുറ്റിലും ഇങ്ങനെ ഇറങ്ങി ഓടുന്നു. നീലൂട്ടൻ്റെ മുട്ടായി കയ്യിൽ പിടിച്ചുള്ള നടത്തം കണ്ടിട്ട് നീലൂട്ടനാണെങ്കിൽ കുരങ്ങനെയും പറ്റിച്ച് അത് ഒളിപ്പിച്ച് വെച്ചു. അങ്ങനെ എല്ലാവരും താഴേക്ക് ഇറങ്ങി. ഒരുവിധം താഴേക്ക് ഇറങ്ങി കഴിഞ്ഞ് പിന്നെ മേലോട്ട് കയറാനാവണ്ടേ. പിന്നെ എങ്ങനെയൊക്കെയോ വലിയ മേലെ കയറി. അങ്ങനെ ഞാൻ നീലൂട്ടനോട് പറഞ്ഞു നമുക്കൊരു ഫോട്ടോ എടുത്താലോ, നീലൂട്ടനെ കാണാൻ നല്ല രസമുണ്ടെന്ന്. അപ്പോൾ എൻ്റെ അടുത്ത് കുഞ്ചുനെ കാണാനും നല്ല രസമുണ്ടെന്ന്. സോപ്പിടാൻ നല്ല ബെസ്റ്റ് മോളാണ്, അതുകൊണ്ട് ഒന്നും പറയാല്ല. ഞാൻ പിന്നെ ഫോട്ടോ എടുക്കാനൊന്നും നിന്നില്ല, കൈ കിട്ടിയ അങ്ങനെ തിരിച്ച് കയറും വഴി ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഒരു ഫോട്ടോസൊക്കെ എടുത്തു. ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുക എന്നാന്ന് നമുക്കറിയില്ലല്ലോ, അതുകൊണ്ട് കിട്ടിയ അവസരം ഞങ്ങൾ മൊത്തം കണ്ടു കഴിയും. ഏകദേശം തിരിച്ച് കയറാനുള്ള സമയമായിരുന്നു, അവിടുത്തെ ക്ലോസിംഗ് ടൈം ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാം കണ്ട് ഞങ്ങൾ തിരിച്ച് കയറി. ഇനി നമുക്ക് എവിടെയും കാണാനുള്ള നേരമൊന്നുമില്ല. ഇപ്പം തന്നെ 5:30 6 മണിയുടെ അടുത്തായിട്ടുണ്ട്. അതുകൊണ്ട് നേരെ ഇനി നാട്ടിലേക്കാണ് വണ്ടി പിടിക്കുന്നത്. അതുകൊണ്ട് പിന്നെ വലിയ തിരക്കൊന്നുമില്ലല്ലോ, നമുക്ക് പയ്യെ പോയാൽ മതി. സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് പയ്യെ പയ്യെ പോയാൽ മതിയല്ലോ. നമ്മുടെ വയനാട്ടിലുള്ള തണുപ്പും കോടയൊന്നും ഊട്ടിയിലില്ല കേട്ടോ. പിന്നെ വൈകിട്ടായതുകൊണ്ട് ഇങ്ങനെ കോടമഞ്ഞ് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു, തണുപ്പും ഉണ്ടായിരുന്നു കേട്ടോ. അത്ര നേരം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. ഒരു മിതമായ ചൂടുമല്ല തണുപ്പുമല്ലാത്ത കാലാവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നത്. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ ഒരു ചായ നിർബന്ധം. അതുകൊണ്ട് അടുത്ത് നമുക്ക് ചായ കുടിച്ചിട്ട് അങ്ങോട്ട് തുടങ്ങാമല്ലേ. സ്ഥലം ഇവിടെ ആയതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച അത്ര നല്ല തരത്തിലുള്ള ചായ ഒന്നും ഇവിടെ കിട്ടില്ല. അതുകൊണ്ട് കണ്ട സ്ഥലത്ത് ഞങ്ങളൊന്ന് ഇറങ്ങി. അത്യാവശ്യം മോശമില്ല എന്ന് കരുതിയാണ് ഞങ്ങൾ ഇറങ്ങിയത്. എന്തോ ഭാഗ്യമെന്ന് പറയട്ടെ, ചായ വായിൽ വെക്കാൻ കൊള്ളത്തില്ലായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അത് കുടിച്ചു. എന്തായാലും ഇറങ്ങിപ്പോയല്ലോ. ഇത്രയും നല്ല തേയില ഫാക്ടറി ഒക്കെ ഇവിടെ ഉണ്ടായിട്ടും എന്താണ് ഇവരുടെ ചായ 5 പൈസ പറ്റാത്തതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇതിലൊക്കെ എത്രയോ ഭേദം നമ്മുടെ നാട് തന്നെയാട്ടോ, പ്രത്യേകിച്ച് നമ്മുടെ കോഴിക്കോട്. പറയേണ്ട ആവശ്യമില്ലല്ലോ, ചായ എന്ന് പറഞ്ഞാൽ കോഴിക്കോട്ടുകാർക്കൊരു വികാരമാണ്. നിലൂട്ടൻ നേരത്തെ ചോക്ലേറ്റ് ഫാക്ടറി കയറിയപ്പോൾ വാങ്ങിയ സാധനമാണത്. 4 നേരം ചായ കുടിക്കുന്ന എനിക്ക് ഇത്ര വൃത്തികെട്ട ചായ കിട്ടിയതിൽ വിഷമം കൊണ്ട് ഞാൻ കിടന്നങ്ങ് ഉറങ്ങി. പിന്നെ വണ്ടി എവിടെ ഒന്ന് നിർത്തിയപ്പോഴാണ് ഞാൻ ഉണരുന്നത്. അങ്ങനെ അവിടുന്ന് ദിലീമാമൻ വന്ന് പറഞ്ഞു നല്ല ചായ ഇവിടെ കിട്ടും ഇറങ്ങാൻ. അപ്പം നോക്കുമ്പോണ്ട് നമ്മുടെ നാട്ടിൽ കൂടെ ഭയങ്കര പവറിൽ ഓടിക്കൊണ്ട് നടക്കുന്ന കാട്ടുപന്നിയൊക്കെ ദാ അവിടെ വേഷം നിന്ന് ഇറങ്ങി നടക്കുന്നു. പക്ഷേ മോശം. അങ്ങനെ അവിടെ നല്ലൊരു ചായ സ്പോട്ട് ഉണ്ട്. നല്ല മീൻസ് ചായ അടിപൊളി, നല്ല ചൂട് കടിയും കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ ഇരുന്ന് ആ ചായയൊക്കെ കുടിച്ചു. ആ ചായ കുടിച്ചപ്പോഴാണ് ആഹാ ഒരു ഉന്മേഷം തന്നെ വന്നത്. ആ ഉറക്കമൊക്കെ ഇതിലെയോ നല്ല ചൂട് ചായയും മുളക് ബജിയും ഉഴുന്നുവടയും ഉള്ളിവടയും ഉണ്ടായിരുന്നു കേട്ടോ. ഞാനതിൽ ഉഴുന്നുവടയും പിന്നെ നല്ല മുളക് ചമ്മന്തിയും അതൊക്കെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങിയ ചേട്ടനുമായിട്ട് നല്ല കമ്പനി ആയിട്ടോ എല്ലാവരും. ദിലീപ് മാമൻ അറിയുന്നതാണ്. ദിലീപ് മാമൻ ബസ്സിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങി ചായ കുടിക്കുന്നതാണ്. അങ്ങനെ ഞങ്ങൾ അവരോട് കഥയൊക്കെ പറഞ്ഞ് യാത്രയൊക്കെ പറഞ്ഞിറങ്ങി. അമ്മ പ്രത്യേകം ക്ഷണിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ, നാട്ടിലേക്ക് വരുമ്പോൾ വരാനൊക്കെ പറഞ്ഞു. ചായ അങ്ങ് കുടിച്ച് കഴിഞ്ഞപ്പം ഉറങ്ങാനുള്ള മൂടങ്ങ് പോയിട്ടോ. പിന്നെ ഞങ്ങൾ വണ്ടി കയറി. ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉറങ്ങി. എനിക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. പിന്നെ വണ്ടി ഓടിക്കുന്ന ഏട്ടനായതുകൊണ്ട് എനിക്ക് തിരക്കൊന്നുമില്ലല്ലോ, വണ്ടി ഓടിക്കാൻ അറിയാത്തതുകൊണ്ട്. അങ്ങനെ ഞങ്ങൾ പോന്നു കുറച്ചിങ്ങോട്ട് എത്തിയപ്പം ദിലീപ് മാമൻ വീണ്ടും വണ്ടി നിർത്തി.
ചായപ്പൊടി വാങ്ങാമെന്നും പറഞ്ഞുകൊണ്ട്. അതെവിടെയാ സ്ഥലമൊന്നും ഓർമ്മയില്ല. ഞാൻ പകുതി ഉറക്കത്തിലായിരുന്നു. ഞാൻ ഇറങ്ങിയിട്ടില്ല. അങ്ങനെ അവിടെ നിന്ന് ചായപ്പൊടിയൊക്കെ വാങ്ങിച്ച് ഈ സമയമായപ്പോഴേക്കും ഇതാ കോടമഞ്ഞൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നത് ഊട്ടിനേക്കാളും കൂടുതൽ കോടമഞ്ഞ് നമ്മുടെ വയനാട്ടിൽ തന്നെയാണെന്ന്. അത്രയ്ക്കും കോടമഞ്ഞായിരുന്നു വയനാട്ടിലുണ്ടായിരുന്നത്. പക്ഷെ ഊട്ടിയിൽ അത്രയൊന്നുമില്ല. ദേ നമ്മുടെ മുന്നിൽ പോകുന്ന ആരാന്ന് മനസ്സിലായാ? ലണ്ടന്റെ വേറൊരു ബസ്. നമ്മൾ രാവിലെ ഒന്നും കണ്ടില്ലായിരുന്നോ? അതിന്റെ വേറൊരു ബസ്സാണ് ഇത്. പിടിക്കവനെ എന്നെ ഇന്ന്, അല്ല അടുത്ത വെള്ളിയാഴ്ച ആവട്ടെ. അങ്ങനെ ഞങ്ങള് ബസ്സിനെ ഓവർടേക്ക് ചെയ്ത് മുന്നിൽ കയറി. അങ്ങനെ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് കണ്ടപ്പോൾ ചേട്ടൻ ലാസ്റ്റ് ലൈറ്റൊക്കെ മിന്നിച്ച് ഹോണൊക്കെ അടിച്ചാ പോയത്. ഇനിയും ഭക്ഷണം കഴിക്കാൻ ഞങ്ങൾ വണ്ടി നിർത്തിയില്ല. അച്ഛൻ ഞങ്ങളെ വീട്ടിൽ ഊട്ടിയിൽ പോവാനുള്ള ആവശ്യമൊന്നും നിലൂട്ടൻ തിരിച്ചു വരുമ്പല്ലായിരുന്നു കേട്ടോ. തിളക്കത്തില് ദിലീപിന്റെ അവസ്ഥയായിരുന്നു നിലൂട്ടൻ. അങ്ങനെ നമ്മൾ കോഴിക്കോടും വയനാടും ഒക്കെ കഴിഞ്ഞ് തമിഴ്നാട്ടിൽ പോയി. അവിടെ നിന്ന് തിരിച്ച് നമ്മൾ വയനാട്ടിൽ നിന്ന് കുറച്ചുകൂടെ ദൂരെ പോയി നമുക്ക് വീട്ടിലെത്താം. ഗായ്സ്, വീണ്ടും നമ്മൾ ബ്ലോക്കിൽ കുടുങ്ങി. നമ്മളിതാ ചുരത്തിലെത്തിയിരിക്കുന്നു. 7-ാം വളവ് 8-ാം വളവ് എല്ലാം ബ്ലോക്കാണ്. മേലെ തൊട്ട് താഴെ വരെ ബ്ലോക്കിലാണ് ഇപ്പോൾ കിടക്കുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് എപ്പോഴാണ് ഞങ്ങൾ വീട്ടിലെത്താന്ന് അറിയില്ല. എന്നാലും നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അപ്പോൾ ഓക്കെ, ബൈ.